ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി, ഒരു 4-5 ദിവസമായി ഓൾമോസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു മാനസികമായിട്ടുള്ളൊരു വിഷമത്തിലായിരുന്നു. പക്ഷെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പം എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളെ ജോലി ചെയ്യണം. അപ്പോൾ പിന്നെ കുറേയൊക്കെ മാറ്റി വെച്ച് സെറ്റാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അനിയൻ ഗൾഫിൽ പോവാണ് കേട്ടോ. അപ്പോൾ അവന് 2 മാസത്തെ ലീവിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ യുദ്ധം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവനക്ക് 3 മാസം നിൽക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുമ്പോൾ കുറച്ച് അധികം നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നാടും കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഢം ചുറ്റിക്കറങ്ങി ഒന്ന് സെറ്റായതല്ലേ. അപ്പോൾ അതിൻ്റെതായ വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പോകണം. അപ്പോൾ പിന്നെ അവൻ ഇന്ന് പോവാണ്. അപ്പോൾ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പത്തിരി, ബീഫ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പത്തിരി രാവിലെ ഒരു ഓൾമോസ്റ്റ് ഒരു 5:30 ഒക്കെ ആകുമ്പോൾ എണിച്ചു കേട്ടോ. ഇമ്മ നേരത്തെ എണിച്ചിട്ട് ഇമ്മ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ എണീറ്റ് ഞാനും അനിയത്തിയും കൂടി നന്നായിട്ട് കുറച്ച് അധികം നേരം നിന്നിട്ട് പരത്തി അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ. അപ്പോൾ പിന്നെ തലേ ദിവസം ബീഫ് വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്കുള്ള മസാലകളൊക്കെ ശരിയാക്കുകയാണ്. അപ്പോൾ രാവിലെ പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്ന കുപ്പികൾ മൊത്തം അവന് കൊണ്ടുപോകാനുള്ള അച്ചാറുകളാണ്. അവന് വീട്ടിൽ നിന്ന് അത്യാവശ്യം അച്ചാറുണ്ടാക്കി. പിന്നെ അതുകൂടാണ്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉമ്മമാർ ഉണ്ടാക്കി കൊടുത്തേക്കുക. റൂമിലത്തെ ചെക്കന്മാർക്ക് വേണ്ടി കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ, മക്കൾക്ക് വേണ്ടി കൊടുത്തേക്കാൻ ഉണ്ടാക്കിയ അച്ചാറുകളാണ് കേട്ടോ. അപ്പം അതൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ അധികം ലഗേജ് ഇല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ അവൻ്റേതായ കുറച്ച് അച്ചാറുകൾ, പിന്നെ അവരുടെ ഡ്രസ്സ്, കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ബേക്കറി ഐറ്റംസ്. അപ്പോൾ പിന്നെ അവർക്കുള്ളത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബീഫൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അധികം ഗ്രേവി ഇല്ലാണ്ട് നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫും പിന്നെ അതേപോലെ പത്തിരിയും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അച്ചാറുകളൊക്കെ എങ്ങനെ എണ്ണ ഒന്നും പോവാണ്ട് പാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അലുമിനിയം ഫോയിൽ ഇങ്ങനെ സ്ഥിരപ്പെട്ട് വെച്ചിട്ട് നമ്മൾ സീൽ ചെയ്തിട്ട് വെക്കുന്നത്. പക്ഷെ ഞാൻ അതുപോലെ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. സീലാവുന്നേ ഉണ്ടായിരുന്നില്ല. കുപ്പി ഉരുകുക എന്നല്ലാണ്ട് സീലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ആകുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ കവർ മൂടി അടക്കുകയാണ് ചെയ്തത് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്, 2-3 മീൻ ഐറ്റംസ്, മത്തി, അതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് മത്തി അച്ചാറൊക്കെ കേട്ടോ. നല്ല ടേസ്റ്റാണ് മത്തി അച്ചാർ. പിന്നെ അതേപോലെ മാങ്ങ, കടുമാങ്ങ, അങ്ങനെ പല ഐറ്റംസ്, ബീഫ്, അതൊക്കെ അവരെ ഫ്രണ്ട്സിൻ്റെ ഉമ്മാരൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ ബീഫൊക്കെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഏകദേശം പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇരുന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഫുഡ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുമ്പോഴായിരുന്നു. അപ്പം അത് കഴിച്ചു. പിന്നെ മെയിനായിട്ടുള്ള പരിപാടി പെട്ടികെട്ടലാണല്ലോ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് അനിയത്തിയും അവനും ഒക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ പെട്ടിയൊക്കെ സെറ്റാക്കി കറക്റ്റ് ഒക്കെ ആക്കിയിട്ട് കെട്ടുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഒരു 12 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ എയർപോർട്ടിലേക്ക്. അവന് 7 മണിക്ക് ഏറ്റവും ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുന്നേ 4 മണിക്കൂർ എന്തോ മുന്നേ എത്താമെന്ന് എന്തൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ 12 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാനും എൻ്റെ കുട്ടിയോളും പിന്നെ താത്താൻ്റെ മോനാണ് കേട്ടോ അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോയത്. പിന്നെ എൻ്റെ ഇക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൊണ്ടിട്ടാണ് കൊണ്ടാക്കാൻ പോയത്. ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇക്കാനെ വിളിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും സെറ്റായി. പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ പോവാണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായാലും നമ്മൾ പോയല്ലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നാട്ടിലായാലും നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തായാലും ഗൾഫിനെ ആശ്രയിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തിയപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ്. മൈൻഡൊക്കെ ഒന്ന് സെറ്റായിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്. കാരണം അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു താങ്ക്സ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവനെ എയർപോർട്ടിൽ ജസ്റ്റ് ഇറക്കി ഞങ്ങൾ പോയി. കാരണം കടയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് വെച്ചെങ്കിൽ ഫ്ലൈറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് വെച്ചാൽ ഞങ്ങൾ വിളിക്കുക, ഞങ്ങളല്ലേ അവൻ്റെ കൂടെ വരുന്നതും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ അവൻ ഗൾഫിലെത്തി. അവനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഫ്ലൈറ്റിനും കാര്യങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അസ്സലാമു അലൈക്കും.